നിങ്ങളുടെ ഫേസിലും ഇതേ കണക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നുണ്ട്. മൂക്കിന്റെ രണ്ട് സൈഡിലും നമ്മുടെ ഈ ഒരു താടിയുടെ പോർഷനിലും ഫോർഹെഡിലും ഒക്കെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നുണ്ട്. അത് നമുക്കിത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. വെറും ഒറ്റ ഫേഷ്യലിലൂടെ ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ വേഗം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും. ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ കുറേ പേർക്ക് അല്ലാണ്ട് പേഴ്സണലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്നോട് ഇങ്ങനെ പിള്ളേർ ചോദിക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ ഒരു പാക്കാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. ഫേഷ്യൽ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വൺ ടൈം യൂസ് ചെയ്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ഞാൻ ഉറപ്പായിട്ട് പറയുവാണ്. കാരണം എനിക്ക് പേഴ്സണലി അത്രയ്ക്കും റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫേസിൽ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വരുന്ന റീസൺ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതേ കണക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ടും കാര്യങ്ങളും വരും. പക്ഷേ വീണ്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നമ്മുടെ ഫേസിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിൽ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരുന്നത് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യണം. ചിലത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചിലത് നമുക്ക് അപ്പാടെ നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത്. ആ റീസൺ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇതേ കണക്ക് എന്തെങ്കിലും പാക്ക് ആയാലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും റീസൺസ് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. റീസൺസും പിന്നെ ഒരു ഫേഷ്യലുമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് പ്രോസസ്സ് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. എന്നിട്ട് വേണം നിങ്ങൾ ഇതേ കണക്കുള്ള ഫേഷ്യൽസും കാര്യങ്ങളും ട്രൈ ചെയ്യാം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് പറയുന്നുണ്ട്. മീൻസ് ആർക്കൊക്കെ യൂസ് ചെയ്യാം, എപ്പോഴൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഒക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. മൊത്തം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. കേട്ടതിന് ശേഷം ഇതേ കണക്കുള്ള ഫേഷ്യൽസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യൂ. കാരണം ചില സ്കിൻ ടൈപ്പിന് ഞാൻ എടുക്കുന്ന ഐറ്റംസിന് വരും വേറെ ഐറ്റംസ് എടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റീസൺസ് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഫേസിൽ തന്നെ ഓവറായിട്ട് സെബം പ്രൊഡക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് അത് നോർമൽ ആയിട്ടായിരിക്കും, ചിലർക്ക് അത് ഓവറായിട്ട് വരും. അത് നമ്മുടെ സ്കിൻ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ കണക്കുള്ള സെബം പ്രൊഡക്ഷൻ വരുന്നത്. പക്ഷെ ചില കേസിൽ അത് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ നമ്മളിത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഓയിൽ ഒന്ന് റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ പോർസിൽ ബിൽഡ് ചെയ്ത് മീൻസ് പോർസിൽ അടിഞ്ഞു കൂടി അവിടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നത്. അതിൽ വൈറ്റ് ഹെഡ്സ് വരാനുള്ള റീസൺ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർസിൽ ഈ ഓയിൽസ് ഒക്കെ കയറി അടിഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഫേസിൽ വൈറ്റ് ഹെഡ്സ് വരുന്നത്. ഒരു വെള്ള കളറിൽ വരത്തില്ല അത്. ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള പോർസിൽ ഇതേ കണക്കുള്ള ഓയിൽസ് ഒക്കെ കയറി അടിഞ്ഞു കൂടിയതിന് ശേഷം അത് എയറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓക്സിഡേഷൻ നടക്കും. ആ ഒരു ഓക്സിഡേഷൻ വഴിയാണ് നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വരാനുള്ള റീസൺ. ഈ രണ്ട് റീസൺസ് ആണ് നമുക്ക് നമ്മളെല്ലാവരും വിചാരിക്കുക ഇതെല്ലാം ഒരു കാരണം കൊണ്ടായിരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത്. പക്ഷേ ഈ രണ്ട് ടൈപ്പിലാണ് നമുക്ക് ഇത് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഓയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ വരുന്നതും, ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് എയർ വാട്ടർ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഓക്സിഡൈസേഷൻ നടക്കുന്ന സമയത്താണ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുന്നത്. അപ്പം ഇനി നമ്മുടെ സെക്കൻഡ് റീസൺ വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് ഈ ഭയങ്കരമായിട്ട് ഷുഗർ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് നിങ്ങൾ മേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്തതിന് ശേഷം അത് പ്രോപ്പർ മേക്കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്ക് വരത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യണം. നമ്മുടെ ഫേസിൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് നമ്മുടെ പോർസിലൊക്കെ ഭയങ്കരമായിട്ട് ക്ലോഗ് ചെയ്തിരിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ടൈമിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾ എത്ര ലേറ്റ് ആയാലും പ്രോപ്പറായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഒരു ഫേസ് പാക്കും കൂടെ ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ടൈമിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് മെഡിസിൻ കഴിച്ചല്ലേ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ഫേഷ്യൽ വീക്ക്ലി ഒരു 1 ടൈമൊക്കെ വെച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് വൺ വന്നിട്ട് നിങ്ങളുടെ ഫേസിൽ നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ സെൽസ് വരും. ഈ ഡെഡ്
സ്കിൻ സെൽസ് പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് മീൻസ് ഒന്നിൻ്റെ മുകളിൽ വീണ്ടും അടിഞ്ഞ് നമ്മുടെ പോർസിൻ്റെ ഉള്ളിൽ അത് അടിഞ്ഞ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരും. സോ അപ്പോൾ ഒരു 1 വീക്ക് കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ സ്കിൻ നല്ലോണം ഒന്ന് നമ്മുടെ ഫേസ് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് അതൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാനുള്ള റീസൺസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എന്തുകൊണ്ടായിരിക്കും എൻ്റെ ഫേസിൽ വരുന്നതെന്ന്. എൻ്റെ ഫേസിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്താണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത്. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് നമ്മുടെ ഫേസ് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്യും, നല്ലോണം ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യും. പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഫേസ് വാഷ് യൂസ് ചെയ്യും, രാവിലെ ഒന്ന് ഫേസ് വാഷ് യൂസ് ചെയ്യും. മെയിനായിട്ട് ഞാൻ കടലമാവ് യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒരു വിധം വരുന്ന അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫേസിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് ഏകദേശം ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യൂ. അതിന് ശേഷം വേണം നിങ്ങൾ ഇതേ കണക്കുള്ള ഫേസ് പാക്കും ഫേഷ്യൽസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ ഫേഷ്യലിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസർ സ്റ്റാർട്ട് ചെയ്യാം. ക്ലെൻസിങ് മസ്റ്റ് ആണ്. എന്ത് ഫേഷ്യൽ ചെയ്യുന്നു അതിന് മുന്നേ ക്ലെൻസിങ് മസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ മേക്കപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലോണം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ക്ലെൻസിങ് വന്നിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്ലെൻസർ ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം പോയി നോക്കിയിട്ട് വരാം. ക്ലെൻസർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഹണി എടുക്കുക, അതിലേക്ക് കുറച്ച് അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള അലോവേറ ജെല്ലിനെക്കാട്ടും ഒന്നും കൂടെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കളർ ആഡ് ചെയ്യാണ്ട് അലോവേറ ജെൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആ ഒരു ബ്രാൻഡിൻ്റെ എടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് നമുക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് ഇങ്ങനെ ഇളകി നമ്മുടെ കയ്യിൽ വരുന്ന അറിയാൻ പറ്റും, ചെറിയ തോതിലും. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഓവറായിട്ട് ചെറുതായിട്ടൊരു ജെൻറ്റിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ സ്ക്രബിങ് ആണ് കാണിച്ചത്. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യണം, മീൻസ് ഒന്ന് ആവി പിടിക്കണം. അപ്പോൾ നമ്മുടെ പോർസ് നല്ലോണം ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ വേഗം തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആ ഒരു ഓപ്പൺ പോർസിലിരിക്കുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മുടെ ക്ലെൻസിങ്ങും കഴിഞ്ഞു, സ്റ്റീമിങ്ങും കഴിഞ്ഞുകൊണ്ട് ചെറുതായിട്ട് ഞാൻ ആവി പിടിച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം നനവ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പായ സ്ക്രബിങ്. അപ്പോൾ സ്ക്രബിങ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് വേഗം പോയി കണ്ടിട്ട് വരാം. കുറച്ച് തേയിലപ്പൊടിയും അലോവേറ ജെല്ലും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സോ അപ്പോൾ ഇത് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അലോവേറ ജെല്ലും നമ്മുടെ ഈ ഒരു ടീ പൗഡറും വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ടീ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ എടുക്കാം. എന്തെടുത്താലും ഒരു ചെറിയ തരിതരിപ്പുള്ളത് എടുക്കാൻ നോക്കണം. ടീയും കോഫി പൗഡർ എടുക്കാൻ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റവ എടുക്കാം. റവയും ഹണിയും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ നോസിൻ്റെ ഈ 2 പോർഷനിലോട്ട് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ ഐസിൻ്റെ ആ പോർഷനിലോട്ട് ഭയങ്കരമായിട്ട് പോകണ്ട കേട്ടോ. നമുക്ക് ഈ 2 സൈഡിലോട്ട് നമുക്കിങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇവിടെ ഒരു ഫേഷ്യലിനകത്ത് സ്ക്രബിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ സ്ക്രബിങ് ചെയ്തതോടെ തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ച് പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും സ്ക്രബിങ് ചെയ്യാൻ നിൽക്കില്ല. എല്ലാ ദിവസവും സ്ക്രബിങ് ചെയ്താൽ നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനും നമ്മുടെ സ്കിൻ ബാരിയേഴ്സ് ചീത്തയായി പോകാനൊക്കെ തന്നെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വീക്ക്ലി 1 ടൈം മാത്രമേ നിങ്ങൾ സ്റ്റീമിങ്ങും സ്ക്രബിങ്ങും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ താൻ്റെ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം ഒരു ജെൻറ്റിൽ മസാജാണ് കൊടുക്കുന്നത്. ഒരിക്കലും ഭയങ്കര ഹാർഷായിട്ട് നിങ്ങൾ മസാജ് ചെയ്യല്ലേ. അത് വാഷ് ചെയ്തിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയാണ് ഫേസ് മാസ്ക് റെഡിയാക്കുന്നത് വേഗം പോയി കണ്ടിട്ട് വരും. അപ്പോൾ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ മെയിനായിട്ട് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ഒരു കുട്ടി കമൻറ്റിൽ ചോദിച്ചു, ചേച്ചി എൻ്റെ കയ്യിൽ ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി ജസ്റ്റ് ഒന്ന് അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തറയിൽ വെച്ച് 2 തട്ട് കെട്ടുമ്പം ഭയങ്കര കട്ടിയായിട്ടുള്ളത് മുകളിലും വരും, ഫൈനായിട്ടുള്ളത് അടിയിലും വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമല്ലോ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടീ പൗഡറാണ്, നമ്മുടെ തേയിലപ്പൊടി. എന്നിട്ട് കുറച്ച് അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കാണിച്ച ബ്രാൻഡിൻ്റെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് അലോവേറ ജെല്ല് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാൻ പിന്നീട് യൂസ് ചെയ്യുന്നത് കുറച്ച് നോർമൽ വാട്ടറാണ്. നോർമൽ വാട്ടറിന് പകരം നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഓയിലി ഒരു കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേ കണക്കുള്ള നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഓരോ പ്രോഡക്റ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടത്തുള്ളൂ.
നിങ്ങളുടെ ഭയങ്കര ഒരു ഓയിലി സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാലോ അല്ലെങ്കിൽ തൈരോ ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഫേസിൽ പിമ്പിൾസും ഒക്കെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി റിസൾട്ട് കിട്ടുന്നത് റോസ് വാട്ടറും ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ടൈപ്പ് സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഓയിൽ കണ്ടൻറ്റ് വരുന്ന രീതിയിൽ തൈരോ പാലോ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കൊന്നും ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇതേ കണക്ക് എന്ത് ഫേഷ്യൽ ട്രൈ ചെയ്താലും മാക്സിമം നൈറ്റ് മാത്രമേ ട്രൈ ചെയ്യാവൂ, ഒരിക്കലും ഡേ ലൈറ്റിൽ ട്രൈ ചെയ്യില്ല. പിന്നെ ഈ സ്ക്രബിങ്ങും സ്റ്റീമിങ്ങും എല്ലാം എല്ലാ ദിവസവും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലെൻസിങ്ങും ഫേസ് പാക്കും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ക്ലെൻസിങ് മസ്റ്റാണ്, എല്ലാ ദിവസവും ട്രൈ ചെയ്യാം. എപ്പോഴും ഇതേ കണക്ക് പാലും തേനും തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലെൻസർ ഉണ്ടെങ്കിൽ അത് മേടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ പാലും തേനും തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് മുന്നേ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഫേസ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫേസിൽ ഇനിയും എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലോണം ഒന്ന് റിമൂവ് ആയി പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേ കണക്ക് വേണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനും ഒരു ഈവൻ സ്കിൻ ടോൺ തരാനും പിമ്പിൾസ് റിമൂവ് ചെയ്യാനും സ്കിൻ നല്ലോണം ബ്രൈറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ്ട് കണ്ടില്ല, നമുക്കൊരു 1 ടൈം യൂസ് ചെയ്ത് തന്നെ നമ്മുടെ സ്കിന്നിനകത്തുള്ള അഴുക്കുകളൊക്കെ പോയി നല്ലോണം ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ബാക്കി 2 സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇത് സ്കിപ്പ് ചെയ്യേ കളയില്ല. സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തതിന് ഒരു റിസൾട്ടും കിട്ടാതായി. ഇപ്പം നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 സ്റ്റെപ്പാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ടോണർ ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓപ്പൺ പോർസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ടോണർ യൂസ് ചെയ്യണം. അതിന് ശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പിക്സിയുടെ ഒരു ഗ്ലോ ടോണിക്കാണ്. ഇത് നമുക്കിനി ഫേസിലേക്കൊന്ന് നമ്മുടെ പോർസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇതിനടുത്തേക്കുന്ന ന്യൂട്രിഡ്രിമിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് കൂടാതെ വേറെ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ ഉണ്ട്. പോൺസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, സിമ്പിളിൻ്റെ യൂസ് ചെയ്യാറുണ്ട്, പിന്നീട് വന്നിട്ട് നമ്മൾ ഡോക്ടർ ഷെത്തിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. ടോണർ ഞാൻ നോർമൽ റോസ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ റൈസ് വാട്ടർ ടോണർ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏതാണോ ഓക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാഗ് പ്രോഡക്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ടോണർ ആക്കി വെക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാൻ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കണം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ നനവോട് കൂടി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസറാണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരിക്കലും മോയ്സ്ചറൈസർ ഡ്രൈ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരു ചെറിയ നനവോട് കൂടി വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേഷ്യലും അതിൻ്റെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ പേജ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ബൈ ഡിയേഴ്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.